ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹർഷ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് സുശീലയ്ക്ക് എല്ലാം അറിയാം എന്നുള്ളത്. അപ്പൊ ഈ സമയം എന്തായി, എന്നിട്ട് അമ്മ അവിടെ നിന്ന് പോന്നോ, അതിനു മുന്നേ നിനക്ക് വിളിച്ചിരുന്നോ എന്നിങ്ങനെ ഹർഷയോട് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വിളിച്ചോ, എന്നിട്ട് അമ്മയോട് എന്താണ് അനന്തമാഷ് പറഞ്ഞത്, ഒരിക്കലും ആ കട വിട്ടുതരില്ല എന്ന് പറഞ്ഞപ്പോ പിന്നീട് സുശീലാന്റി എന്താ ചെയ്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇന്ദ്രനും രവി ആകെ ഞെട്ടിപ്പോണിട്ടോ. ഈശ്വര, വല്ലാത്തൊരു പ്രശ്നം തന്നെ എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ അനുപമയാണ് കാണിക്കുന്നത്. അനുപമയുടെ തൊട്ടരികിലോട്ട് ഇങ്ങനെ ദയ വന്നിരിക്കുകയാണ്. അപ്പൊ അമ്പിളി കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അച്ഛൻ വലിയ ദേഷ്യത്തിലാണെന്നപ്പോ പറഞ്ഞത് എന്റെ ഭാനുവമ്മേ എന്നിങ്ങനെ പറയുമ്പോ ദയ പറയാണ്, ഇവിടെ അനുചേച്ചിയെ ഞാൻ കുറ്റപ്പെടുത്തുള്ളൂ. അപ്പൊ ഇത് കേട്ടോടും തന്നെ അനുഭവം പറയാണ്, ഞാനെന്ത് തെറ്റുകാരിയാടി, അയാളും അയാളുടെ അമ്മയും ഇതേ ചെയ്യത്തുള്ളൂ, അവരുടെ സ്വാർത്ഥ താല്പര്യം, അവരുടെ വിജയത്തിന് വേണ്ടി അവരെന്താ ചെയ്യും, ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അവിടെ ഭാനുവമ്മ പറയാണ്, നിന്റെ തോന്നലാണ്, അങ്ങനെ ഒരിക്കലും ഇന്ദ്രൻ ചെയ്യില്ല, അങ്ങനത്തെ ദുഷ്ടപ്രവൃത്തിയൊന്നും ഇന്ദ്രനില്ല, ഇത് സുശീല വേറെ എങ്ങനെയോ അറിഞ്ഞ് അനന്തമാഷിനെ വേദനിപ്പിച്ചിരിക്കും എന്ന് പറയണ്ട. അപ്പത് കേൾക്കുന്ന ദയ പറയണേ, എന്തായാലും ഇവിടെ ഇപ്പോ കടയുടെ കാര്യം സംസാരിക്കാനൊന്നല്ലല്ലോ ഇന്ദ്രേട്ടൻ വന്നത്, ആ സമയം ഇന്ദ്രേട്ടനോട് നല്ലപോലെ അനുസരിച്ച് സംസാരിക്കണമായിരുന്നു, അത് ചെയ്യാതെ കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോൾ നീ എന്താടി എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കും, ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചല്ലോ, ഞാൻ കാര്യമുള്ളത് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ദയ പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഭാനുവതിയമ്മയുടെ അടുത്തോട്ട് നിന്നിട്ട് പറയാണ്, അവളുടെ സംസാരം കേട്ട ആർക്കും ദേഷ്യം പിടിക്കല്ലോ, അവളൊരുമാതിരി എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്, അത് അങ്ങനെയല്ല. അപ്പൊ ദയ പോകുന്നതിന് മുന്നേ പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും അച്ഛൻ എന്നാലും അറിയണല്ലോ നമ്മളെല്ലാവരും എങ്ങനെ ഈ കാര്യം അവതരിപ്പിക്കും അച്ഛന്റെ മുന്നിൽ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണല്ലോ സുശീലാന്റി അത് പറഞ്ഞത്. ഒരു കണക്കിന് അങ്ങനെ നോക്കുമ്പോൾ നന്ദി എന്നും ദയ പറഞ്ഞിരിക്കുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ദയ പോയതിനു ശേഷമാണ് ഭാനുവമ്മയോട് ഇത് എന്ന് പറയുന്നത്. അപ്പൊ ഭാനുവമ്മ പറയുന്നുണ്ട്, എന്റെ മോളെ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ദയ പറഞ്ഞതിലും കാര്യമുണ്ട്, ഇത് ഈ വിവരം ആരെങ്കിലും ഒരാൾ നേരത്തെ അറിയിച്ചു, അത്രങ്ങ് കരുതിയ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് അകത്തോട്ട് കയറി ചെല്ലാണ് ഭാനുവമ്മയും അതുപോലെ തന്നെ അനുപമയായിട്ട്. അപ്പൊ അനുപമയെ പറയാണ്, ചിരുവിന് സുഖമില്ല എന്നല്ല പറഞ്ഞത്, എന്തായാലും ദയയുടെ അരികിലോട്ട് ഭാനുമ്മ ചെല്ലുന്നിട്ട് ദയ ഇങ്ങോട്ടേക്ക് വിട്, അച്ഛൻ ഇവിടെ എത്താറായി എന്നാണ് പറഞ്ഞു കേട്ടത് എന്ന് പറയട്ടെ. പിന്നീട് വിച്ചുവിനെ എടുത്തിട്ട് ഇങ്ങനെ അനുപമ ഉമ്മറത്തോട്ട് ചെല്ലുമ്പോ തന്റെ അച്ഛൻ കാറിൽ വന്ന് ഇറങ്ങുന്ന രംഗാണ് കാണുന്നത്. അപ്പോഴേക്കും അനുപമ ഗേറ്റിന്റെ അടുത്തോട്ട് ചെല്ലാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അച്ഛാ, എനിക്ക് അച്ഛൻ്റെ മോളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ അടുത്ത് തെറ്റുപറ്റി, അച്ഛനോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ വളരെ ദേഷ്യം പാവത്തോട് കൂടിയിട്ട് മാഷകത്തോട്ട് കയറി ചെല്ലാണ് കേട്ടോ. പിന്നീട് വീണ്ടും അനുഭവം ഇത് പറയുമ്പോൾ ദയയും അതുപോലെ ഭാനുമ്മയും ഒക്കെ പുറത്തോട്ട് വരികയാണ്. അപ്പോൾ തന്നെ അനുഭവം വീണ്ടും പറയണേ, അച്ഛാ എനിക്ക് തെറ്റുപറ്റി, അവളെ എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ ഞാനിവിടെ വീടെടുത്ത് എൻ്റെ മകളെ നിനക്ക് കൈക്കുള്ളിൽ തന്നത് എന്തിനാണെന്നറിയോ, എൻ്റെ മകൾ ഒരിക്കലും കോളേജിൽ നിൽക്കാൻ പാടില്ല, ഹോസ്റ്റലിൽ നിൽക്കാൻ പാടില്ല എന്ന ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് നിനക്ക് വീടെടുത്ത് തന്നത്, അതേ നീ മനസ്സിലാക്കണമായിരുന്നു, എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കല്ലേ എന്ന് പറയുമ്പോൾ ദയക്ക് ദേഷ്യം വരികയാണ്. അപ്പൊ ദയ പറയണ, അച്ഛൻ മറ്റുള്ളവരൊന്നും കുറ്റപ്പെടുത്തുന്ന, മഞ്ചാടിയുടെ അടുത്തും തെറ്റുണ്ട്, അവളുടെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അത് കേട്ടോടെ തന്നെ നീയും മഞ്ചാടിയും തമ്മിൽ 2-3 വയസ്സിന് വ്യത്യാസമുള്ളൂ, നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ ഇവരാരും എന്നെ അറിയിക്കാതെ എത്ര പെട്ടെന്ന് അത് സോൾവ് ചെയ്തു, ഇപ്പോഴല്ലേ ഞാൻ അത് അറിഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇതും ഇവർക്ക് സോൾവ് ചെയ്യായിരുന്നു, ഇവര് സത്യം പറഞ്ഞാലും മഞ്ചാടിയുടെ പാരന്റ്സ് എന്ന് തന്നെ പറയാം, ഇവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ഉത്തരവാദിത്തങ്ങൾ ഇവർ ചെയ്തില്ലല്ലോ. എന്നിട്ട് മാഷ് ദേഷ്യത്തോടു കൂടി അനുപമയുടെ അടുത്ത് ചെയ്തിട്ട് പറഞ്ഞു, ഇനി എന്താണ് ചെയ്യാൻ പറ്റുക, അതാണ് ഇനി പറയേണ്ടത്. അത് കേൾക്കുന്ന അനുഭവം പറയണേ, അത് ഇനിയിപ്പോ ചെയ്യാൻ പറ്റുക ഇത് തന്നെ, എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് എടുക്കാന്നുള്ള തീരുമാനത്തിലാണ് ഇരുന്നത്, ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല, ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ശ്രമിച്ചിട്ടും അവളെ തിരികെ കൊണ്ടുവരാൻ പറ്റിയില്ല, തുരുത്തെന്ന പ്രദേശത്തോട്ട് ഞങ്ങൾക്ക് ആർക്കും കയറാൻ പറ്റിയില്ല, തുരുത്തെന്ന പ്രദേശത്തോട്ട് കയറാൻ പറ്റില്ല അത്ര, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ ഒന്ന് വിവരം അറിയിക്കായിരുന്നില്ലേ, എൻ്റെ മകളെ മറ്റുള്ളവരുടെ കൈകളിലല്ല ഇരിക്കേണ്ടത്, എൻ്റെ കൈകളിലാണ്, അതുകൊണ്ട് തന്നെ അവളെ സേഫ് ആക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ മകളെ വല്ലവനും വിട്ടുകൊടുത്ത് പറക്കാൻ കഴിയാത്ത എൻ്റെ മകൾക്ക് ഇപ്പൊ തന്നെ പറക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന അവളുടെ ചിറകറ്റ് പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു എന്നൊക്കെ പറയണേ. അപ്പോൾ തന്നെ അവിടെ അനുഭവം പറയണേ, എന്തായാലും നമുക്ക് ഇനി കേസ് കൊടുക്കാം, അതേ ഒരു വഴിയോട് പോലീസ് സഹായത്തോടു കൂടി ഇത് ചെയ്യാം. അപ്പൊ മാഷ് പറയണ, പോലീസ് സഹായത്തോടു കൂടി ചെയ്യാനെന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ഹനു, അത് നീ ചിന്തിക്കണം, പ്രായപൂർത്തിയായവളാണ് എൻ്റെ മകളും അതുപോലെ തന്നെ മറ്റേ പയ്യനും, അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നീട്
ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഞാൻ പറഞ്ഞു തരണോ? പോലീസ് അവരുടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കും. അത് കേൾക്കുന്ന അമ്പിളി പറയണേ, അച്ഛ അത് അച്ഛന്റെ തോന്നലാണ്, അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അവളെ കയ്യിൽ കിട്ടുമ്പോഴല്ലേ ബാക്കി കാര്യം, അച്ഛനെ കണ്ടാൽ അവൾ എങ്ങനെ പ്രതികരിക്കുക എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ അങ്ങ് പറയണം. പക്ഷെ അത് ചെയ്യുന്ന തെറ്റല്ലേ? എന്റെ മകളും ഈ പറയുന്ന അവനും ഒരേ തെറ്റുകാരനും തന്നെയാണ്, പക്ഷെ അവനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോ മാഷി പറയുന്ന വാക്കുകൾ കേട്ടിട്ട് അമ്പിളി പറയണേ, എന്തായാലും കേസ് കൊടുക്കേ പാകുള്ളൂ, ഞങ്ങളെ കൊണ്ട് യാതൊരു രക്ഷയില്ല എന്ന് അമ്പിളി പറയുമ്പോൾ ശരി എന്നാ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാന്ന് പറയുന്നുണ്ടോ. പിന്നീട് ശബരിയാണ് കാണിക്കുന്നത്. ശബരിക്ക് അഭിഷേക് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ അഭിഷേക് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ രാജനുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു, ആഷിഫുമായിട്ട് അവർ പറയുന്ന ഇന്ന് തുരുത്തിൽ നിന്ന് മഞ്ചാടിയും ജീവരാജ് അവന്റെ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പിടിക്കാൻ നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ ശരി, ഇതാരെ കറക്റ്റ് തന്നെ ഇൻഫർമേഷൻ അല്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അതെ ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടതാണെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഫോൺ വെക്കാണ്. പിന്നീടാണെങ്കിലോ മാഷ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ജീവരാജ് എന്ന പയ്യൻ പണ്ടേ ഒരു ക്രിമിനൽ ആയിരുന്നല്ലോ, അന്ന് മാഷല്ലേ അവനെ ഇറക്കി കൊണ്ടുപോകുന്നത്, അവന് വേണ്ട ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ പോലീസ് പറയുമ്പോൾ ഉടൻ തന്നെ മാഷ് പറയാണ്, അന്ന് അവൻ നല്ലൊരു അന്ന് അവൻ ചീത്ത പയ്യൻ തന്നെയായിരുന്നു, പക്ഷെ അവനെ അതിനിടയ്ക്ക് വലിയൊരു റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ അവനെ കിട്ടിയപ്പോൾ ഞാനത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ, കാരണം ഞാനൊരു അധ്യാപകനും കൂടിയല്ലേ, അപ്പൊ അവന്റെ തെറ്റ് തിരുത്താൻ നിന്ന് അവന് ഒരു മനോഭാവം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അവനെ അതിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത്. പക്ഷെ അവൻ വീണ്ടും എൻ്റെ മകളുടെ അരികിലോട്ട് ചായുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ മകളെ എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ അടുത്തോട്ട് വിട്ട് അവിടെ പഠിപ്പിക്കാനുള്ള, സിംഗപ്പൂരിൽ പഠിപ്പിക്കാനുള്ള ഒരു തയ്യാറൊക്കെ ആയിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഒരു അച്ഛൻ്റെ അപേക്ഷയാണ്, എനിക്ക് എൻ്റെ മകളെ വേണം, പ്രായപൂർത്തിയായ മകൾ തന്നെയാണ്, പക്ഷെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആര് വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ, അതിനൊന്നും ഞാൻ എതിർപ്പ് പറയത്തില്ല, പക്ഷേ പറക്കാൻ കഴിയുന്ന സമയത്ത് പറക്കണം, അല്ലാതെ ചെറിയ കുഞ്ഞിലെ പറക്കാൻ തുടങ്ങി അവളുടെ ചിറകറ്റ് പോവും, അന്ന് അവൾക്ക് ജീവിതം ഉണ്ടാവില്ല. ഇപ്പോഴവളുടെ ലക്ഷ്യം പഠിപ്പാണ്, ആ പഠിപ്പ് കഴിഞ്ഞ് അവൾ ഒറ്റക്കാലിൽ നിൽക്കട്ടെ, സ്വന്തം കാര്യങ്ങൾ അവൾക്ക് തന്നെ ചെയ്യാൻ കഴിയുമെന്ന് അവൾക്ക് തോന്നട്ടെ, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. എൻ്റെ അപേക്ഷയാണ്, ദയവ് ചെയ്ത് ഈ ഒരു അപേക്ഷ എടുക്കുമോ എന്ന് പറയുമ്പോൾ മാഷിന്റെ മുന്നിൽ അയാൾ എണീറ്റ് നിൽക്കണം കേട്ടോ. എന്നിട്ട് പറയാണ്, തീർച്ചയായും ഒരു അച്ഛൻ്റെ അപേക്ഷ എനിക്കറിയാം, എല്ലാ അച്ഛനും മാഷ് പറയുന്നത് പോലെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തുന്നത്, പിന്നീട് മറ്റൊരുത്തം വന്നാണ്ട് തട്ടിക്കൊണ്ടു പോവാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ആ കണ്ണീരിന്റെ വില എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് മാഷിന്റെ മകൾ മുന്നിലെത്തുമ്പോൾ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഞാൻ അവളെ മാഷിന് മുന്നിൽ എത്തിച്ചിരിക്കും, ഒരു ഗുഡ് ന്യൂസുമായി വരുമെന്ന് പറയണേ. എന്നിട്ട് മാഷിനോട് ചോദിക്കാൻ, ഇതെന്താ ഇത്ര നേരം വൈകിയത്? അപ്പൊ രഘു പറയാണ്, തുരുത്തില് അവരുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ തുരുത്തിലോട്ട് അന്യർക്ക് പ്രവേശനമില്ലല്ലോ, അന്യർക്ക് പ്രവേശനമില്ലെങ്കിൽ പിന്നെ എന്തിനാടോ ഇവിടെ പോലീസ് ഇരിക്കുന്നത്, പോലീസുകാർക്ക് പ്രവേശനമുണ്ടല്ലോ എന്ന് രഘുവിനോട് ചോദിക്കുമ്പോൾ അനുപമ പറയാണ്, അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും അച്ഛനെ അറിയിക്കാതെ കാര്യങ്ങൾ കണ്ടെത്താം എന്ന് കരുതിയിട്ടാണ്, ഇന്നാണ് അച്ഛൻ കാര്യങ്ങൾ അറിഞ്ഞത്. ശരി, ഞാൻ എന്തായാലും ഗുഡ് ന്യൂസുമായി വിളിക്കാം എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ദാസിന്റെയും അതുപോലെ ശബരിയുടെ അടുത്തോട്ട് വിനയം വന്നിരിക്കുകയാണ്. അപ്പൊ വിനയനോട് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ശബരി പറയണ, എന്തായാലും അവരുടെ വീട്ടിലെത്തുന്നുണ്ട്, അപ്പൊ വിനയ നീ എന്തായാലും നിന്റെ ഭാര്യയും അതുപോലെ ദയയും അമ്പിളിയൊക്കെ കൂട്ടിയിട്ട് പെട്ടെന്ന് അവരുടെ വീട്ടിലോട്ട് പോകാൻ നോക്കുക. അപ്പോൾ വിനയം പറയുന്നുണ്ട്, ചിരുവിന് വയ്യ, ചിരുവിന്റെ വയറിന്റെ സൈഡിൽ ഒരു വേദന ഉണ്ടെന്ന് പറയുന്നു, അവൾക്ക് യാത്ര ശരിയാവില്ല, എന്നാൽ ശരിയായി അവളെ വേണ്ടെന്ന് വെക്കാം, മറ്റുള്ളവരോട് നീ പറഞ്ഞില്ല, ഇല്ല കാര്യങ്ങൾ പറഞ്ഞില്ല, ഒരു സ്ഥലം വരെ പോവാനുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അവരും മതി, അവരെയും കൂട്ടി നമുക്ക് പോവാമെന്ന് പറയണേട്ടോ. പിന്നീട് സുശീലയാണ് കാണിക്കുന്നത്. അങ്ങനെ എന്തിനാണ് അമ്മ പഞ്ചരത്നത്തിൽ പോയിട്ട് ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിക്കേണ്ട ആവശ്യം, പിന്നെ ഞാൻ എന്ത് ചെയ്യണടാ? അയാളുടെ മുന്നിൽ ഞാൻ കെഞ്ചി പറഞ്ഞു 50 ലക്ഷത്തിന് ആ കട ഞാൻ വാങ്ങാന്ന്, അമ്പിളിയെ സോപ്പിട്ട് ഞാൻ നിർത്തിയിരിക്കുന്ന അമ്പിളി പറഞ്ഞ രഘു കേൾക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അയാള് അനുപമയെ പോലെ തന്നെ അഹങ്കാരം തലക്ക് പിടിച്ച് നടക്കുകയാണ്. അയാൾ അനുപമയെ ഒരേ ഭാഷയിൽ നിൽക്കുമ്പോൾ അയാളെ എൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരണമെന്നും അയാളെ മുട്ടുകുത്തിക്കണമെന്നും എനിക്ക് ആവശ്യം തോന്നി, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്ന് പറയണേട്ടോ. എന്നാലും അമ്മ എന്തിനു വേണ്ടിയാണ് അത് പറയേണ്ടതായിരുന്നു? കാരണം മഞ്ചാടി പോയത് അയാളെ മാത്രം അറിയിക്കാതിരുന്നത്, എന്നാലും അയാളെ അറിയണ്ടേ? അറിയിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും അമ്മ അത് പറയരുതായിരുന്നു. ഞാൻ ഇന്ന് അനുപമയുടെ അടുത്തോട്ട് പോയി. നീ എന്തിനാ നാണമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് അനുപമയുടെ അടുത്തോട്ട് പോകുന്നു? അത് പിന്നെ വിച്ചുവിനെയും കൂടി കാണാനാണ് പോയത്. എന്താണെങ്കിലും നിന്റെ ഈ പ്രവൃത്തി ഒട്ടും ശരിയല്ല. അവളെ കാണാൻ നിന്റെ തുടരെ പോക്കുണ്ടല്ലോ, ഇതിന് ഞാനൊരു തീരുമാനമുണ്ടാക്കും. ഇനി നീ പോയി കഴിഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അമ്മേ അത് ചെയ്യരുതായിരുന്നു, നീ ഒന്ന് പോടാ, ഈ സുശീല എന്ന് പറയുന്നവൾ പൊട്ടിക്കൊണ്ടടുത്ത് പൊട്ടിക്കും ചെയ്യൂ, ബോംബ് വീഴേണ്ട സ്ഥലങ്ങളിൽ ബോംബ് ഇട്ടുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സുശീല ദേഷ്യത്തോടു കൂടി പോകാനായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്.